ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഒരു നാഷണൽ ഹൈവേയുടെ കാഴ്ചയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേ നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലാണ് കേട്ടോ. വെറും 6 കിലോമീറ്ററിന് താഴെ ദൈർഘ്യമുള്ള നാഷണൽ ഹൈവേയുടെ കാഴ്ചയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്വിഫ്റ്റ് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. CIFT സ്വിഫ്റ്റ് ജംഗ്ഷൻ. തൊട്ടടുത്താണ് ഹാർബർ പാലം. കപ്പൽ വരപ്പം പണ്ട് പൊങ്ങുന്നൊരു പാലം ഉണ്ടായിരുന്നല്ലോ, ആ പാലത്തിൻ്റെ അടുത്താണ് സ്വിഫ്റ്റ് ജംഗ്ഷൻ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മരട് വരെ വെറും 5.9 കിലോമീറ്റർ, 6 കിലോമീറ്ററിന് താഴെയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കുറഞ്ഞ നാഷണൽ ഹൈവേ ആണ്. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പം അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അതിലിപ്പോഴും മാറ്റമൊന്നുമില്ല. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു നാഷണൽ ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് നിന്ന് യാത്ര തുടങ്ങി എൻഡ് ചെയ്യുന്ന അവിടം വരെ യാത്ര ചെയ്യണമെന്നുള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ആയ NH44 യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഇതുവരെ ഓടി എത്തിയിട്ടില്ല. നമ്മൾ വേണ്ട ഇവിടുന്നാണ് NH966B എന്നാണ് ഇതിൻ്റെ പേര്. പഴയ പേര് NH47A എന്നായിരുന്നു. നമ്മളെ വലതുവശത്ത് കാണുന്നത് വലിയൊരു വാക്കിംഗ് വേ ആണ് കേട്ടോ. കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്ന വാക്കിംഗ് വേ ആണ്. അടിപൊളി രസമാണ് കേട്ടോ. ഇവിടെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ ഒരുപാട് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. നമുക്ക് നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പിന്നെ ഫുഡ് കോർട്ടുണ്ട്. ബൈക്ക് പാർക്ക് ചെയ്യാം, കാറ് പാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കുറഞ്ഞ നാഷണൽ ഹൈവേയിൽ കൂടിയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ കേരളത്തിലാണ് ഗൈസ്, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേ. ഇവിടെ നടക്കാനുള്ള സൗകര്യമുണ്ട്, അടിപൊളി രസമായിരിക്കും. ഇവിടെ ഒരു ചെറിയൊരു പാലമുണ്ട്. ആ പാലത്തിൽ ബൾബൊക്കെ ഇട്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ബൾബ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഇതുവരെ കത്തിയിട്ടില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുവഴി പോകുന്നത് കേട്ടോ. ഇതുവരെ ഇതുവഴി യാത്ര ചെയ്തിട്ടില്ല കേട്ടോ. ഇതേപോലെ അടിപൊളി ഫുഡ് കോർട്ട് 1-2 സ്ഥലത്തൊക്കെ ഉണ്ട് കേട്ടോ. നടന്ന് ക്ഷീണിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാം. അടിപൊളിയാണ് കേട്ടോ. അക്കരെ കരയിൽ മൊത്തം ഫ്ലാറ്റ്. ഇക്കരെ കരയിൽ ഇവിടെ ഫ്ലാറ്റ് ഇല്ലേ, അല്ല ഇവിടെ ഫ്ലാറ്റ്. ഇവിടെ ഫുള്ള് മീൻപിടുത്തമാണ് കേട്ടോ ഗൈസ്. മീൻപിടുത്തം ഭയങ്കര മീൻപിടുത്തമാണ്. ഇഷ്ടംപോലെ കിട്ടുന്നെന്ന് തോന്നുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ നാഷണൽ ഹൈവേ യാത്ര തുടങ്ങി. ഇപ്പോൾ തന്നെ ആ നാഷണൽ ഹൈവേ അവസാനിക്കുന്നതായിരിക്കും. കുറച്ചും കൂടെ ദൂരം, 1 കിലോമീറ്റർ ദൂരം കഴിയുന്നതോടുകൂടി ഈ നാഷണൽ ഹൈവേ അവസാനിക്കുന്നതായിരിക്കും. NH 966B. ഇവിടെ ഒരു സിഗ്നലുണ്ട് കേട്ടോ, ഭയങ്കര തിരക്കുള്ള സിഗ്നലാണ്. ഈ പാലം കയറി ഇറങ്ങുന്നതോടുകൂടി ഈ നാഷണൽ ഹൈവേ കഴിയുകയാണ്. എൻ്റെ ഫ്രണ്ട്സ്, ഇത് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് PSC ക്വസ്റ്റ്യനിലൊക്കെ വരുന്നതായിരിക്കും അല്ലേ, ഇതിലെ ഏറ്റവും നീളം കുറഞ്ഞ നാഷണൽ ഹൈവേ എന്നൊക്കെ PSC ക്വസ്റ്റ്യനിലൊക്കെ കാണും. ഇപ്പോഴും ഇത് തന്നെയാണ്, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴും ഇപ്പോഴും ഇത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. 47A എന്ന ചിലപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കാണിക്കും. അത് ഈ റോഡ് തന്നെയാണ്, പഴയ പേരാണ് 47A. പണ്ട് നമുക്ക് നാഷണൽ ഹൈവേ 47 അല്ലായിരുന്നു, NH 66 പഴയ പേര്. അപ്പോൾ അതിനോടനുബന്ധിച്ച റോഡായതിനെ കൊണ്ടായിരിക്കും അന്ന് NH 47A എന്ന് പേര് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പേര് 966B എന്നാണ്. A മാറി B ആയി, നമ്പർ മാറി. ക്ലിഫ് ജംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കുണ്ടന്നൂർ ജംഗ്ഷൻ വരെ നീണ്ടു നിൽക്കുന്ന 6 കിലോമീറ്ററിന് താഴെ ദൈർഘ്യമുള്ള നാഷണൽ ഹൈവേ ആണ് ഇത്. അങ്ങനെ ഒരു നാഷണൽ ഹൈവേ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നിടം വരെ അങ്ങനെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു നാഷണൽ ഹൈവേയുടെ സ്റ്റാർട്ട് തുടങ്ങി എൻഡ് വരെ യാത്ര ചെയ്യണമെന്ന്. എന്തായാലും അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ നാഷണൽ ഹൈവേ താണ്ട ഇവിടെ എൻഡ് ആവാൻ പോവുകയാണ്. ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നാഷണൽ ഹൈവേ. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.